ടെൻഷൻ ഫുൾ സ്റ്റോപ്പ്, സെലിബ്രേഷൻ നോൺ സ്റ്റോപ്പ്. ഫാന്റസി പാർക്ക് മലമ്പുഴ, പാലക്കാട്. അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ. Top Line Kitchenware, the cooking specialist. യുമീൻ, ഉണക്കമീൻ, അയലമീൻ, ചളമീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോഴും ഫ്രെയിമില് ദിലീപേട്ടൻ ചിരിച്ചിട്ടിരിക്കുക. ഇങ്ങനെ നിൽക്കുക, പീടിച്ച് എല്ലാ ഷോട്ടിലും ദിലീപേട്ടൻ ചിരിക്കും. 10-25 ടേക്ക് എടുത്താലും ചിരി വരെയാണ്. ഉണക്കമുന്തിരി എടുത്ത് ആട്ടുംകാട്ടൻ തന്നാ താൻ തിന്നോടോ ചോദിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ എത്ര ടേക്കാന്നറിയോ. ലാലേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ. ഒരു ലാലേട്ടന്റെ വക, പിന്നെ അത് മുഴുവൻ സെറ്റും ക്യാമറാമാൻ വരെ. ഞാനും അമ്പിളിയങ്ങളുള്ള കയറില് ചുട്ടരച്ച ചമ്മന്തി എടുക്കട്ടെ. അത് കഴിഞ്ഞപ്പോ അമ്പിളിയങ്ങളുടെ അടുത്ത് പറഞ്ഞു തോളത്ത് തെറ്റിട്ട്. ഞാൻ ന്യൂക്കമർ അല്ലേ, ഉഗ്രൻ ടൈമിംഗ് ആണ്, വലിയ ആർട്ടിസ്റ്റ് ആവും. ഇന്നസെന്റ് ഏട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ തന്നെ പൊന്നിക്കര പാവം. ആ ഒരു ഓർമ്മയും പല സ്റ്റേജിലും ഞാൻ നായികയായിട്ട് പ്രതീക്ഷിച്ചത് നവ്യ നായരെയാണ്, പക്ഷെ അവിടെ ചെന്നപ്പോ KPC ലളിതയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്കിളുടെ കുറെ കോമഡിയൊക്കെ. അന്നൊന്നും ഞാൻ സിനിമയിലില്ല. അങ്കിൾ ആ സ്റ്റേജിൽ അതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ സിനിമയിലില്ല. നിക്കി കാണണ്ട, നിക്കി കണ്ടറാണി പറയണേ. എന്താ നിക്കി കണ്ടാല് പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വെള്ള സാരി ഉടുത്തൊന്നും വരൂലായിരിക്കും, പക്ഷെ പ്രേതമുണ്ടല്ലോ. അതല്ലേ രോമാഞ്ച സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന കളിക്കുന്ന. ശരിക്കും സാധനമൊക്കെ അല്ലെങ്കിൽ മൂവ് ചെയ്യും. ഈ സാധനം SNOയൊക്കെ വർക്കൊക്കെ ചെയ്യും. പഴയ വീടല്ലേ, കുറെ കിലോമീറ്റർ നടക്കുമ്പോഴാണ് പിന്നെ വാഷ്റൂം എത്തുന്നത്. ആ എൻട്രൻസ് തൊട്ട് 6 ജനല. ഇതിന്റെ അപ്പുറത്ത് വാഴയും മാവും തെറ്റിയും അങ്ങനെ ആട്ടാണ്. ബാത്റൂമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാൽ 4 അടി നീളം, 2 അടി വീതിയിൽ ഒരു ജനാല. എപ്പോഴും എനിക്ക് തോന്നും അവിടെ ആരോ വരും. ഒരു ദിവസം വന്നു, ഞാൻ നോക്കുമ്പോ 2 ഉണ്ട കണ്ടു. ഞാൻ അങ്ങോട്ട് നില വിളിച്ചു. ഞാൻ എങ്ങനെയാ ആദ്യം പുറത്തിറങ്ങി എനിക്ക് അറിയില്ല. എന്റെ രമ്യ, അയ്യോ പടറടക്കാരായിട്ട്. അവസാനം ചെന്ന് നോക്കുമ്പോ ആരോ വന്നിട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയ കാൽപ്പാട് കാണാം കുളത്തിന്റെ അവിടം വരെ. നവ്യ എന്ന് പറഞ്ഞ ഒരാൾക്ക് പേഴ്സണലി പേടി ശരിക്കും ഉണ്ടോ? കള്ളൻ, പ്രേതം, എനിക്ക് പ്രശ്നം. പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അത് ഒറിജിനൽ അല്ലാന്ന് ഇപ്പോഴും അറിഞ്ഞൂടെ? എന്നിട്ടും റിയൽ അല്ല പറയാൻ പറ്റത്തില്ലല്ലോ. തോന്നുന്നുണ്ടോ? അപ്പൊ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ നെഗറ്റീവ് എനർജീസ് ഇല്ലേ? എനർജീസ് അവിടെ ഉണ്ടാവും, പക്ഷെ അങ്ങനത്തെ ഒരു രൂപം, അങ്ങനത്തെ ഒരു ഇത്. വെള്ള സാരി ഉടുത്തൊന്നും വരൂലായിരിക്കും, പക്ഷെ പ്രേതം ഉണ്ടല്ലോ. അതല്ലേ രോമാഞ്ച സിനിമയിലൊക്കെ നമ്മൾ കളിക്കുന്ന. ശരിക്കും സാധനമൊക്കെ അല്ലെങ്കിൽ മൂവ് ചെയ്യും. അപ്പോളോ അതാ ഓജോ ബോർഡിൽ പണ്ടും ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അല്ല, ഒത്തിരി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം SNOയൊക്കെ വർക്കൊക്കെ ചെയ്യും. ഒന്നും പരീക്ഷിക്കാൻ എനിക്ക് പേടിയാണ്. ഞങ്ങൾ കോളേജിലൊക്കെ ഇത് തന്നെ എല്ലാരും പറഞ്ഞു നമ്മളൊക്കെ ട്രൈ ചെയ്യാന്ന് വെക്കും, പക്ഷെ ഒന്നും ഫസ്റ്റ് പറച്ചിലുള്ളൂ, പേടിച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യും. അതുകൊണ്ടാ. പക്ഷെ ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് വർക്കും ചെയ്യും. അതാണ് കുറെ പേര് സൈക്കോ ആയിട്ട് പോകും. സ്പിരിറ്റ്സ് ഒക്കെ എന്തായാലും ഉണ്ട്. ഇതിന് ഇല്ലെന്നൊക്കെ പറയുന്നവർക്ക് ചിലപ്പോ തോന്നായിരിക്കും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എനിക്കല്ലേ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ല പേടിയോ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പേടിച്ചിട്ടാണ്, ആ പേടിയാണുള്ളത്. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്തപ്പോ അധികം മെനക്കെടേണ്ടി ഒന്നും വന്നില്ല. അല്ല, മെനക്കെടേണ്ടി ഒക്കെ വന്നു, കാരണം ഇതൊക്കെ അഭിനയിക്കണമല്ലോ. അതെ, എന്നാലും നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും. അവരുടെ അവസ്ഥ, അതായത് ഈ പേടി വരുമ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എനിക്ക് അറിയാൻ പറ്റും. കാരണം പണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാഷ്റൂമിൽ പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ വീട്ടിലെ എന്റെ റൂം കൊച്ചുമുറി എന്നാണ് എന്റെ റൂമിന്റെ പേര്. അപ്പൊ ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ ആ റൂമിൽ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതിന്റെ 4 ചുറ്റിനും മുറികളാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ സേഫ് ആണ്. ഒരു ഭാഗത്തേക്ക് തുറന്നാൽ അടുക്കളയുടെ അപ്പുറത്തേക്കുള്ള വലിയൊരു വരാന്തയാണ്, ഒരു സൈഡിലേക്ക് അറയാണ്, ഒരു സൈഡിലേക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ്. അതിന്റെ ഫ്രണ്ടിലുള്ള ഡോറിന്റെ ഭാഗം ഇടനാഴിയാണ്. ഈ ഇടനാഴി പഴയ വീടല്ലേ, കുറെ കിലോമീറ്റർ നടക്കുമ്പോഴാണ് അടുക്കള അല്ല പിന്നെ വാഷ്റൂം എത്തുന്നത്. അതെപ്പോഴും ഓരോ മൂലയിൽ കൊണ്ടായിരിക്കും വെക്കുക. അറ്റാച്ച്ഡ് പരിപാടിയൊന്നും അന്നില്ലല്ലോ. നടന്നു നമ്മള് ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാലും നമുക്ക് കൂടെ വിളിച്ച അച്ഛനും അമ്മയൊന്നും വരത്തില്ല. ബാത്റൂം പോണി വേണമെങ്കിൽ പോയാൽ മതി, അത്ര പേടിയാണ് പോകണ്ടെന്ന്. കാരണം നമ്മൾ അവസാനം ഗത്യന്തരം ഇല്ലാതെ പോവും. അപ്പൊ പോകുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആ ഡോറിന്റെ ഉണ്ടായ കാലം മുതല് ഇപ്പോഴും അതിന് അതേ ശബ്ദമാ. ഈ ഡോർ അടങ്ങിയിട്ട് അത് അടയുള്ളൂ, അങ്ങനെ ശബ്ദത്തിൽ അത് തുറങ്ങുള്ളൂ. ആ എൻട്രൻസ് തൊട്ട് ആ അടുത്ത റൂമിലേക്ക് കടക്കുന്നത് വരെ ഒരു 6 ജനല. വന്നൊന്നും കർട്ടൻ ഇല്ല റൂമിൽ. ഇതിന്റെ അപ്പുറത്ത് വാഴയും തെറ്റിയും ഒക്കെ ഉണ്ട് പണ്ടാരും. ആട്ടാണ് ഇങ്ങനെ വെച്ചിട്ടാണ്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ട് ഈ റൂമിൽ വന്ന് നിൽക്കും. ഈ റൂമില് ജനലിന് പ്രശ്നമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ, ഒരു 4 അടി നീളം, 2 അടി വീതിയില് ഒരു ജനാല. ഇതിങ്ങനെ
ഈ സൈഡിലും ആ സൈഡിലും. അത് എന്തിനാ അച്ഛൻ ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ എക്സോസ് ഫാനും ഉണ്ട്, അത് എക്സ്ട്രാ കിട്ടിയതാ. നമ്മുടെ ഈ പിന്നെ കുടുംബത്തില് എക്സ്ട്രാ കിട്ടിയ ബാത്റൂമാണ്. എന്തിനാണ് അച്ഛൻ ഇത്രയും വലിയൊരു ജനൽ? എനിക്കല്ല, കാറ്റ് കൊള്ളാനായിരിക്കും. അച്ഛനോട് ചോദിക്കാൻ ഞാൻ അപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. എന്റെ വിചാരം അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ബാത്റൂമിന് എന്തിനാ അത്ര വലിയ ജനല്? അതിലൂടെയും കാണാം ഇങ്ങനെ അച്ഛൻ തീർട്ട് പോലും വലിക്കൂല. ഇനി അതുവഴി പുക കൂതാനാണ്, അതും ഇല്ല. പിന്നെ എന്താവശ്യത്തിന് അന്നേരം ഓടിയ ഓട്ടമാണ് ഇന്നും ജാനകി ജാനയിൽ കൃഷ്ണാന്ന് വിളിച്ചോണ്ട് ഓടുന്നത്. എന്താ വെച്ചാൽ എന്നിട്ട് വാഷ്റൂമിൽ പോകുമ്പോ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് സംഭവമൊക്കെ കഴിയുമ്പോ അതേ തന്നെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റിട്ട് ഈ വാതിൽ എന്ന് വെച്ചാൽ ജനലിന്റെ അടുത്തും കൂടെ പോയാലേ നമ്മളതിന് ഡോറിന്റെ അവിടേക്ക് എത്തുള്ളൂ. ഈ ബാത്റൂമിൽ പോയി വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. അപ്പോ അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നും അവിടെ ആരോ വരും, അവിടെ ആരോ വരും. ഒരു ദിവസം വന്നു ശരിക്കും. ഞാൻ നോക്കുമ്പോ രണ്ടുണ്ട കണ്ണ്. അച്ഛാ അമ്മേ എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് നില വിളിച്ചു. ഞാൻ എങ്ങനെയാ അതിന്ന് പുറത്തിറങ്ങി എനിക്ക് അറിയില്ല. എന്റെ രമ്യ അയ്യോ പടറടക്കാനായിട്ട് ഞാൻ 8 പഠിക്കുമ്പോഴോ 7 പഠിക്കുമ്പോഴോ എല്ലാം ആയിരിക്കും. കേട്ടു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി അന്ന് വെച്ചാൽ സീരിയൽ കാണാൻ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചേച്ചിമാരൊക്കെ വരുന്ന സമയമാണ്. ചേച്ചിമാരും പ്രായമുള്ള അങ്കിൾമാരും ഒക്കെ വരുന്ന സമയത്ത് ഉയ്യോ ഞാൻ നാലറി വിളിച്ചു തിരിച്ചു ഫ്രണ്ട് റൂമിലെത്തി. ഞാൻ ബോധമൊക്കെ പോയി. എന്റെ അവസാനം ചെന്ന് നോക്കുമ്പോ ആരോ വന്നിട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയ കാൽപ്പാട് കാണാം. കുളത്തിന്റെ അവിടം വരെ, നമ്മുടെ എരുത്തിലും കഴിഞ്ഞ് കുളം വരെ ആരോ പോയിരിക്കുന്നത് കാണാം. അതിനെ കുറിച്ചൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവരുണ്ട് ബാത്റൂമില്. പിന്നെ അതിനുശേഷം ആ ബാത്റൂമിന്റെ ഇത് തുറന്ന് അച്ഛനത് ഒരു കാമ്പും കൂടെ വെച്ചത് എങ്ങനെ പൊക്കിയാ വെച്ചോണ്ടിരുന്നത്, തുറന്ന് ജനാല. വളരെ വായുസഞ്ചാരം ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിട്ടാണ്. ഇനി അങ്കിളിനെ കാണുമ്പോ ചോദിക്കണം. അച്ഛൻ അതോടുകൂടി ആ പരിപാടി നിർത്തി. എന്തായാലും അന്നത്തെ ഓട്ടം അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതിന് രക്ഷയെ ജാനകി ജാനകി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഓട്ടം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ആ ഓട്ടമാണ് ശരിക്കും. അതുകൊണ്ട് എനിക്ക് അന്നേരമുള്ള മനസ്സ് എനിക്ക് മനസ്സിലാവും ശരിക്കും. ആ പേടി എന്താണെന്ന് അന്നേരമുള്ള ഒരു പേടി ഉണ്ടല്ലോ എന്റെ പൊന്നെ, അൺബിലീവബിൾ. നമ്മളിങ്ങനെ ഉരുകി അങ്ങ് താഴെ പോകുന്നതിലേക്ക് തോന്നും. അതെ, എങ്ങനെയാ നമ്മൾ ഓടുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നും അറിയില്ല. ഇവളൊരു പ്രത്യേക സിറ്റുവേഷനിൽ ഇറങ്ങി ഓടുന്നുണ്ട് ഈ സിനിമയില്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഓടുന്നതൊക്കെ നമ്മള് ഒരു നിവൃത്തിയില്ലാതെ നമ്മളാണ് ഓടുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം നല്ലോണം എക്സ്പീരിയൻസ്. ചിലപ്പോ അതിന്റെ എഫക്റ്റ് കൊണ്ട് അല്ല, അതിന്റെ എഫക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയാണല്ലോ ബാത്റൂം പോകുന്നത്. എനിക്ക് ആദ്യമേ പേടിയാ. അതെ, അതാ പറഞ്ഞു. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചും കൂടെ ഈസി ആയെന്ന് പറയാം. സീക്രട്ട് പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ വരും 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 എന്ന് പറഞ്ഞ് നോക്കിയ ഒരു ദിവസം വന്നതാണോ പ്രപഞ്ചശക്തി കൊണ്ട് തന്നതാണോ എന്ന് എനിക്കറിയില്ല. ജനലിന്റെ രണ്ടുണ്ട് കണ്ണ്. അത് ശരിക്കും അല്ലേ? അതും എല്ലാരും വീട്ടിലുള്ള എല്ലാരും പറയില്ലേ ഐ കനോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം അത് കേൾക്കും. then you cannot do it. അങ്ങനെ എങ്ങാണ്ട് ഡെയിലി ബാത്റൂമിൽ പോകുമ്പോ വരും 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 എന്ന് പറഞ്ഞു പുള്ളി വന്നു. പ്രപഞ്ചം അത് കേട്ടു. ഓക്കെ, ഇനി അങ്ങനെ ആ ഒരു പേടിയിലൂടെ വന്ന ഒരു ക്യാരക്ടർ, ആ പേടി എന്നിട്ട് അതിനകത്തുനിന്ന് മാറി അങ്ങനെ എന്താ ഈ കഥ? എന്തിനും ആ ലേഡിയിലൂടെ കഥ പറഞ്ഞു പോവുകയാണ്. അതെ, ലേഡിയിലൂടെ. അവള് ജാനകിയുടെ കഥയാണ്. ഓക്കെ, ഈ ഒരു പേടി, ഈശ്വര ഞാൻ വന്നാൽ ശരിയാവുമോ, എന്റെ റീ എൻട്രി നന്നാവുമോ, പബ്ലിക് എന്നെ റിസീവ് ചെയ്യുമോ, എങ്ങനെ ആ ഒരു പേടി അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. ഫിയർ ടു ഫെയിൽ ആയിരുന്നു എന്റെ മെയിൻ പേടി. ആണ്, തോൽക്കുമോ എന്നുള്ള പേടി. ഇപ്പൊ എന്ത് തോന്നുന്നു? ഫെയിൽ ആയാലും കുഴപ്പമില്ല തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണ് കംബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ റൈറ്റ് നൗ ഇപ്പൊ ഇതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ സർവൈവൽ എന്ന് പറയണത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നാലും നമുക്ക് ഇവിടെ ഒരു സർവൈവൽ ഉണ്ടാവുള്ളൂ അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇറ്റ്സ് എ പ്രോസസ്. ലൈഫിലെ ഒരു മെയിൽ ആക്ടറിന് സംഭവിക്കുന്ന പോലെ തന്നെ ഒരു പ്രോസസ്സാണ് ഫീമെയിൽ ആക്ടറിന് സംഭവിക്കുന്നത്. ജസ്റ്റ് ദാറ്റ് നമ്മുടെ രൂപമൊക്കെ ഒത്തിരി മാറിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം. നവ്യ ചെയ്ത കുറെ സിനിമകളിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷെ അതൊന്നും വിചാരിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് പോടും, അത്രേ ഉള്ളൂ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ്. ഞാൻ വെറുതെ ടഫ് ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഇതിന് പറഞ്ഞതാ. വളരെ ഈസി പീസി, നമ്മളെല്ലാവരും എപ്പോഴും ഇഷ്ടം. സോറി, എനിക്ക് താല്പര്യമില്ല. എന്നാ ഇനി ഞങ്ങൾ വീണ്ടും ചോദ്യം ഉണ്ടാക്കേണ്ടി വരും. ഫസ്റ്റ്, ഹേയ് ആരാന്ന് ചോദിച്ചാൽ ഡാഷ് ആണെന്ന് പറഞ്ഞാൽ മതി. ആരാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ മതി. നോ, ക്ലാസ്മേറ്റ്. ഞാൻ ഓപ്ഷൻസ് തരാം.
ക്ലൂ ക്ലൂ ഞാൻ എറിയും, എന്നെ എറിയാൻ വേറെ ഒന്നും എനിക്ക് അറിയാവുന്നതാ. ഇവിടെ നോക്ക്, ഞാൻ ക്ലൂ തരാന്ന്. ഞാൻ ഓപ്ഷൻസ് ക്ലൂ തരാം. ശരി ശരി നിങ്ങൾ ഇടയ്ക്ക് കയറില്ലേ? ഇവർക്കൊക്കെ അറിയാല്ലേ? ആണോ? എന്നാ ഞാൻ ക്ലൂ എടുക്കാം, അപ്പൊ മനസ്സിലാവും. ആരാണെന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞാ മതി. ആ, അല്ല, പോയി. ആ ചേച്ചിയുടെ ഹസ്ബൻഡ്. സലിമേട്ടൻ. അതെ അതെ. ചതിക്കട ചന്തു. ഓ ശരിയാ. ഓപ്ഷൻസിലേക്ക് വരുന്നു. അത് ടോണും കൂടി വേണം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി ആ ടോണിൽ സംസാരിക്കാം, അപ്പോഴായിരിക്കും ക്യാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അവരെവിടെ നിന്ന് എടുത്ത് മാറ്റണം. ചെയ്യരുത് കേട്ടോ. നോക്കിക്കോ, അടുത്തത് ഓപ്ഷൻസ് തരാം കേട്ടോ. വിഷമം വന്നാൽ മിസ്റ്റർ പോനിക്കര എന്ത് ചെയ്യും? ചാട്ടുകൊടുത്ത് നല്ല ഇളക്കുന്നു. ഞാൻ പറയാം, ഓപ്ഷൻസ് പറയാം. 1, ചട്ടുകം എടുത്ത് ചൂടുള്ള പായസത്തിൽ ഇളക്കും. അതന്നെ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കേക്ക്. ഓക്കെ. 2 പപ്പടം കാച്ചും. മൂന്നാമത്തേത് 2 കാലും എടുത്ത് അടുപ്പിൽ വെച്ച് കത്തിക്കും. 2 പപ്പടം കാച്ചൊന്നും പറഞ്ഞായിരുന്നു. ആണല്ലേ? അത് കഴിഞ്ഞിട്ട് 2 കാലും എടുത്ത് അടുപ്പിലും. പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എയും ടിക്ക് ചെയ്തോ, ബിയും ടിക്ക് ചെയ്തോ, സിയും ടിക്ക് ചെയ്തോ. വേണ്ട, നാലാമത്തെ ഡി ഓപ്ഷൻ ആണ് ഓൾ ഓഫ് ദീസ്. നമ്മുടെ എക്സാമിന് എഴുതുമ്പോ കാണില്ലേ, എ ബി സി ഡിയിൽ ഓൾ ഓഫ് ദീസ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതും വേണമെങ്കിൽ പറയാം. മനസ്സിലായോ കുട്ടിയെ? മൂന്നാമത്തെ ചോദ്യം, കുമ്പിടിക്ക് കഞ്ഞിയുടെ കൂടെ എന്ത് കോമ്പിനേഷൻ ആണ് താല്പര്യം? ഇതാ ഓപ്ഷൻസ് കേക്കണോ? പറയട്ടെ. എ, പുഴുക്ക് ചുട്ടരച്ച ചമ്മന്തി, ചിക്കൻ ഫ്രൈയും പൊറോട്ടയും, മട്ടൻ സ്റ്റൂവും പയറും. പുഴുക്കും ചുട്ടരച്ച ചമ്മന്തി. അതെന്താ മറ്റേത് വേണ്ടേ? ഇല്ല, അതിനകത്ത് പറയുന്നുണ്ടല്ലോ മറ്റേ ഞാനും അമ്പിളികളുള്ള കയറില് ചുട്ടരച്ച ചമ്മന്തി എടുക്കട്ടെ എന്ന് ഓർമ്മയുണ്ടാവോ? കഞ്ഞിയും പുഴുക്കാണ് എന്ന് പറയുമ്പോ ഓക്കെ, എന്നാ കുറച്ച് ചുട്ടരച്ച ചമ്മന്തി കൂടി എടുക്കട്ടെ. എനിക്ക് ആ ഷോട്ട് ഭയങ്കര ഓർമ്മ എന്ന് വെച്ചാല് അത് കഴിഞ്ഞപ്പോ അമ്പിളികളുടെ അടുത്ത് പറഞ്ഞു തോളത്ത് തെറ്റിട്ട്. അപ്പൊ ഞാൻ ന്യൂക്കമറല്ലേ, ഉഗ്രൻ ടൈമിംഗ് ആണ്, ആർട്ടിസ്റ്റ് ആവും. ഒരുപാട് സന്തോഷം തോന്നുന്നു അല്ലേ? അതിന് തൊട്ട് മുന്നേ ചോദിക്കട്ടെ, നമ്മളിപ്പം ഇന്നസെന്റ് ഏട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ തന്നെ അതെ, ആ ഒരു ഓർമ്മയും, നിങ്ങൾ ആ ഒരു സിനിമയിലെ എത്രയോ സീൻസ് ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നമ്മളെ ഒരു കാര്യം ഇല്ലാതെ നോർമലായിട്ടും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ്. സിനിമയിൽ അങ്ങനെ ഒരു പൊതു സ്വഭാവം ഇല്ല. അതെ. പക്ഷെ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, ഞാൻ ഒരു സിനിമയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഇപ്പം എൻ്റെ കോണ്ടാക്ട് ഒന്നും ആർക്കും ഇല്ല, എൻ്റെ നമ്പർ ഒന്നുമില്ല. ഞാൻ അവിടെ പോയി ബോംബെ നമ്പർ എടുത്തു. അപ്പോൾ ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ നാട്ടിൽ വന്ന് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അങ്കിളുടെ അടുത്ത്, അങ്കിളെ ഞാൻ നവ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നിന്നെയൊക്കെ ഇനി പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോടി, എനിക്ക് അൽഷിബേഴ്സ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വെച്ചാൽ അപ്പൊ അവരുടെ അതുപോലെ പിന്നീട് ഞാൻ അങ്കിള് മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ളതിലാണ് പലരും എനിക്ക് അയച്ചു തന്നത് വീഡിയോസ്. പല സ്റ്റേജിലും ഞാൻ നായികയായിട്ട് പ്രതീക്ഷിച്ചത് നവ്യ നായരെയാണ്, പക്ഷെ അവിടെ ചെന്നപ്പോ KPC ലളിതായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്കിളുടെ കുറെ കോമഡിയൊക്കെ. അപ്പോ അന്നൊന്നും ഞാൻ സിനിമയിലില്ല. അങ്കിൾ ആ സ്റ്റേജിൽ അതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ സിനിമയിലില്ല. അവരുടെ മനസ്സിലുണ്ടല്ലോ ഞാൻ എന്ന് ഓർത്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണും, അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഇപ്പൊ ഈ ഒരു സിനിമയിൽ തന്നെ സിറ്റുവേഷൻ കോമഡി നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് കൗണ്ടർ നിങ്ങൾ തമ്മിൽ അതിനകത്തുണ്ട്, ഒരുപാട് സീക്വൻസ് ഉണ്ട് ആ ഒരു സിനിമയിൽ തന്നെ, കോമഡി സീൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേ നിങ്ങളുടെ ആ ഒരു അന്നേരം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും ഓർമ്മകളും? അതോ? ഓർമ്മകള് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം രാത്രിയില് ഫുള്ള് ഷൂട്ടിങ്ങാ, പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഷൂട്ടിങ്, അങ്ങനെയാ ഫുള്ള് നൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കൗണ്ടർ ഞങ്ങൾ ഇടും, എന്നിട്ട് ഫുൾ യൂണിറ്റ് അങ്ങ് ചിരിക്കും, ക്യാമറാമാൻ വരെ. അത് ടേക്ക് അങ്ങ് പോകുവേ. അന്ന് ഫിലിമാണ്. പിന്നെ ഒറ്റ ഗുണം എന്താന്ന് വെച്ചാല് താടി ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ, ലാലേട്ടനാണ് ആദ്യം ചിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാരും ചിരിക്കും, ഒരു ലാലേട്ടന്റെ വക. പിന്നെ അത് മുഴുവൻ സെറ്റും മറ്റേ ആ ഓണക്കമുന്തിരി എടുത്ത് ആട്ടുംകാട്ടൻ തന്നാ താൻ തിന്നോടോ ചോദിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ എത്ര ടേക്കാന്നറിയോ? ആണല്ലേ? കാരണം ആരെങ്കിലും ഒരാൾ ചിരിക്കും ഉറപ്പായിട്ട്. അതായത് പിന്നെ റിലേയും പോയി കിടക്കുക 2:30 3:30 ആ സമയത്താണല്ലോ. അപ്പൊ പിന്നെ എല്ലാരും അഭിനയവും ക്യാരക്ടറും ഒക്കെ വിട്ടു, ചിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മനസ്സിൽ, ചിരിക്കരുത്. അതേപോലെ സലീമേട്ടനും ഒക്കെ ആയിട്ട് യു മീൻ, ഉണക്കമീൻ, അയലമീൻ, ചളമീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോഴും ഫ്രെയിമില് ദിലീപേട്ടൻ ചിരിച്ചിട്ടിരിക്കുക. നിങ്ങളത് എടുത്ത് നോക്കിയാൽ കാണാം. കാരണം ഇങ്ങനെ നിൽക്കുക, പീഡിച്ച് എല്ലാ ഷോട്ടിലും ദിലീപേട്ടൻ ചിരിക്കും.
അപ്പൊ നിങ്ങളുടെ ആ ഒരു ടൈമിങ്ങും ഇതും എല്ലാം തെറ്റില്ല, പറയേണ്ട ഡയലോഗും തെറ്റു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണ്ടേ. ജെന്യൂൻ ആയിട്ട് ചിരിച്ചു പോകുന്നതാ. അത് 10-25 ടേക്ക് എടുത്താലും ചിരി വരെയാണ്. ചിരിക്കരുത് എന്ന് നമ്മള് ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോ ചിരിച്ചു പോകും. ചിരിച്ചു. കുറച്ച് കഴിയുമ്പോ ഇറിറ്റേറ്റിംഗ്, പക്ഷെ എന്ത് ചെയ്യാനാ. ഓക്കെ, ഇനി മായാണ്ടി മാത്തുക്കുട്ടിയായി സോഫിയയിന്മേൽ തേക്കാൻ കൊണ്ടുവരുന്ന തൈലത്തിന്റെ പേരെന്താ? വയനാടൻ പുൽത്തൈലം, കോടാലി തൈലം, കാതൽ തൈലം. ചിത്രം മനസ്സിലായോ? മഴത്തുള്ളിക്കല്. അത് തന്നെ, കാതൽ തൈലമായിരിക്കും. അത് തന്നെ, കാതൽ തൈലം കൊടുത്തു വിടുന്ന സാധനം. ഓക്കെ, വാസുമണ്ണന് ആരുടെയും ഡാഷ് വേണ്ട. ബെൽ ബോട്ടം പാന്റ്, മീശ, ഓശാരം. ആണ് ഇതിനകത്ത്. അതേതാ? ബെൽ ബോട്ടം പാന്റ്, മീശ, ഓശാരം. ഓശാരം വേണ്ട. ഓശാരം വേണ്ട, കറക്റ്റ് കേട്ടാ. ഇനി ലാസ്റ്റ് കാന, കലിങ്ക്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്. പിന്നെ കാന, കാട്, കലിങ്ക്, അല്ല കാന, കലിങ്ക്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്. പിന്നെ പഞ്ചായത്ത്. ഞാൻ ഇവിടെ വല്ല ഒന്നും ഇല്ല എടുത്ത് എറിയാൻ, അല്ലെങ്കിൽ എറിഞ്ഞേനാ ഞാൻ. എന്റെ ഡയലോഗ് അല്ല. എന്നാലും ഇപ്പൊ റിലീസ് ആവുന്ന സിനിമയല്ലേ, ആ ട്രെയിലർ അല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ ഈ ഡയലോഗ് ആക്ച്വലി ഞാനാണ് നിർത്താതെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തെറ്റി പോകുന്നത്. കണ്ടോ, അത്ര എനിക്ക് കറക്റ്റാ. കാരണം അവിടെ വെച്ചായിരുന്നു സൈജുനെ തെറ്റണത്. കാന, കലിങ്ക്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്. അത്രയ്ക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അതൊന്നും ഈ കുട്ടി ചോദിച്ചില്ല. എന്റെ കുറ്റമാണോ ടീച്ചർ? എന്റെ കുറ്റം. എല്ലാം ചോദിച്ച ആളെ എന്റെ കുറ്റം തന്നെ. ഇനി എവിടുത്തെ കിട്ടിയത്? ഞാനതിലെ കഷ്ടപ്പെട്ട് ഉറങ്ങാതെ ഇരുന്ന് കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ ഉണ്ടാക്കിയെടുത്ത ചോദ്യങ്ങൾ. അപ്പൊ പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? പ്രൊഡ്യൂസർ എഴുതിയെടുത്തതാ. ആരാണ് പ്രൊഡ്യൂസർ? ലവനാണ് പ്രൊഡ്യൂസർ. ഉറങ്ങാതെ നമ്മൾ ഇത്രയ്ക്ക് ഇതായിട്ട് ചെയ്തല്ലേ. ഇനിയിപ്പോ വേറൊരു സാധനം കൂടെ ചോദിക്കാം. ഇനി ഒന്നുമില്ല, പെട്ടെന്ന് മീൻ നോക്കിക്കോളൂ. ആ മീൻ കണ്ടപ്പോ എന്താ ഓർമ്മ തന്നെ? കല്യാണരാമൻ. ദിലീപേട്ടന്റെ ഡയലോഗ് ഓർമ്മ വരാം. ഞാൻ 4 മണിക്കും ഫ്രീ ആണ്, 5 മണിക്കും ഫ്രീ ആണ്. അതിന്റെ താഴത്തെ മീമോ? നിക്കി കാണണ്ട, നിക്കി കാണണ്ട, നിക്കി കലറാണി പറയണേ. എന്താ നിക്കി കണ്ടാല് ഞാനിപ്പോഴത് വായിക്കും. അതിപ്പോഴാണ് കാണുന്നത്. ടോക്ക് അബൌട്ട് ദോസ് ബ്ലഡി 30 acres ഓഫ് ലാൻഡ് അങ്ങനത്തെ സാധനം ഞാൻ പറയും. തിരിഞ്ഞു നോക്കണതൊക്കെ എല്ലാരും തിരിഞ്ഞു നോക്ക. അതെ, ആ ഒരുത്തിയുടെ അതേപോലെ തന്നെ ആയിരിക്കും ഈ ജാനകി ജാനയും. അതെ, അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റൻസ് ഫിലിം അല്ല. ഓക്കെ, ഇത് ഭയങ്കര തമാശയും ലൈറ്റർ ഫിലിമാണ്. നമ്മുടെ സത്യൻ സാർ ഫിലിം അല്ലെങ്കിൽ ഒരു ജാനേമൻ അങ്ങനത്തെ ഒരു സിനിമകളില്ലേ, ലൈറ്റർ നോട്ടുള്ള ഫിലിംസ് അല്ലേ, അങ്ങനത്തെ ഒരു ഫിലിമിന്റെ കാറ്റഗറിയിലാണ്. കുറെ തമാശകളും അങ്ങനെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും അങ്ങനെ ഒരു സീരിയസ് സംഭവങ്ങളൊന്നും അല്ല അതിനകത്ത് ഒരു ഫിലിം അല്ല. നോർമൽ പെൺകുട്ടിയാണിത്. അപ്പം മാരീഡ് അല്ല. പേടിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് എപ്പോഴും. അപ്പൊ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ പേടിയെക്കാട്ടിലും ഒരു ലെവല് പേടി കൂടുതലാണ്. അതുകൊണ്ട് അവളുടെ ലൈഫിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ പേടിയുണ്ട്. ആ പേടിക്കാണോ ഈ ജാനകിയുടെ മേളിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്? അതെ, കാരണം ലൈറ്റ് ഇട്ടിട്ടാണ് ജാനകി ഉറങ്ങുന്നത്. ബാക്കി കൂടെ അഭിനയിച്ച ആൾക്കാരും ജോണി ആന്റണി ചേട്ടനുണ്ട്, സ്മിനു സിജു, ജോ ആൻഡ് ജോയിലൊക്കെ അമ്മയായിട്ട് അഭിനയിച്ച സ്മിനു. പുള്ളിക്കാരത്തിക്ക് ഒരു അടിപൊളി ക്യാരക്ടറാണ്. ജാനകിയുടെ അമ്മയാണോ? ഹസ്ബൻഡിന്റെ അമ്മായിയ, സൈജുവിന്റെ അമ്മായിയ. ഓ, നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട്. ആദ്യം റൊമാൻസ് കഴിഞ്ഞ പിന്നെ കല്യാണം. അപ്പോ അമ്മായിയാണ്. ഭയങ്കര കുത്തിത്തിരിപ്പാ. ഓ, അങ്ങനത്തെ ഒരു അമ്മായി. ഇഷ്ടപ്പെട്ട് അഭിനയിച്ചു. നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേടിയും ഈ ഒരു എലമെന്റും ആണ് ഇതിന്റെ ഹൈലൈറ്റ്, ഈ മൂവിയുടെ ഹൈലൈറ്റ്. അതെ അതെ അതെ, ഇത് കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസും ഇത് കൊണ്ടാണ് പിന്നെ കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത്. പിന്നെ ഇവൾക്ക് മറ്റേ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ പ്രശ്നം, ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവൾ അവിടുന്ന് സ്കൂട്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടെൻഷൻ ഫുൾ സ്റ്റോപ്പ്, സെലിബ്രേഷൻ നോൺ സ്റ്റോപ്പ്. ഫാന്റസി പാർക്ക് മലമ്പുഴ പാലക്കാട്. അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ. Top Line Kitchenware, the cooking specialist.